നമ്മുടെ ഈ പട്ടാളക്കാർക്ക് 10% ഹാർഡ് വർക്ക് ചെയ്ത് ജീവനും പണയം വെച്ചിട്ട് ജോലി ചെയ്യുന്നവരുടെ അവർക്കും കൂടെ അതൊരു കളങ്കമായിരിക്കും. സോ ആ നെഗറ്റീവ് സൈഡ് അവിടെ മാറ്റിവെച്ച് നമ്മുടെ പോസിറ്റീവ് സൈഡ് കൊടുത്ത് അതിൽ നിന്ന് യുവാക്കൾക്ക് ആ ഒരു കിക്ക്, ദേശസ്നേഹം എന്നുള്ള ആ ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് കിക്കപ്പ് ചെയ്യുക, അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. തെറ്റുകൾ എല്ലായിടത്തും ഉണ്ട്, ഏതൊരു ഓർഗനൈസേഷനിൽ. പോലീസിനെ നമ്മളിന്ന് കാണുന്ന മുഴുവൻ കറപ്റ്റഡ് ആയിട്ടുള്ളതാണ് പോലീസ് സിനിമകളെല്ലാം കാണുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ട് നല്ലൊരു പോലീസുകാരൻ. അപ്പം ഞാൻ ആ നല്ലവരെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാനെന്ന് നല്ലൊരു പട്ടാളക്കാരൻ, എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കറപ്ഷനിൽ ഇന്നവരെ ഐ വാസ് നോട്ട് ഇൻവോൾവ് ഇൻ എനിത്തിങ്. എനിക്ക് പ്രൗഡ്ലി പറയാം. ഇന്നിപ്പോൾ മീഡിയയിൽ ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയട്ടെ, സാറ് സർവീസ് ഇരുന്നപ്പോൾ 10 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഉണ്ടാവില്ല. കാരണം ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും ചങ്കൂറ്റത്തിൽ പറയുന്നത്. പട്ടാളം വിട്ട് പോരുന്ന സമയത്ത് എൻ്റെ സേവിങ് എന്ന് പറയുന്നത് 4600 രൂപയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 1998 ഞാൻ വരുന്ന സമയത്ത്. ബിക്കോസ് അന്ന് എൻ്റെ അടുത്ത് കാറില്ല, ഒരു സ്കൂട്ടർ പോലും എൻ്റെ വീടില്ല. ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. ഇന്ന് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമയിൽ നിന്ന് തന്നെയാണ് സമ്പാദിച്ചിരിക്കുന്നത്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് ഞാൻ പട്ടാളത്തിൽ സമ്പാദിച്ചത്, ഈ സമ്പാദിച്ച സ്വത്തിനേക്കാൾ വലിയൊരു പേര്, അതാണ് ഞാൻ സമ്പാദിച്ചത്. അത് കോടികൾ കൊടുത്താലും കിട്ടാത്തൊരു സാധനം ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന പട്ടാളക്കാരൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന പട്ടാളക്കാരനായിരിക്കും. സോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടച്ചിങ് നെഗറ്റീവ് സൈഡിൽ എന്താണെന്നുള്ളത്. അവരുടെ വേദനകളും അവരുടെ സങ്കടങ്ങളും അവരുടെ ചെറിയ സന്തോഷങ്ങളും അവരുടെ റിലേഷൻഷിപ്പും ഇതൊക്കെ കാണിച്ച് നിങ്ങളിൽ ഞാനൊരു ചലനം ഉണ്ടാക്കുക. അവർക്കൊരു ചെറിയൊരു പെർസെൻറ്റേജ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അവർക്ക് ഹലോ എന്നൊന്ന് ചിരിച്ച് ഒരു പുഞ്ചിരി അവർക്ക് കൊടുക്കുക. ഇത്രയും എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു ചെറിയൊരു എക്സാജുറേഷൻ സിനിമയിൽ ഉണ്ടാക്കാറില്ലേ? എക്സാജറേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ആ ഒരു ഹീറോയിസത്തിന് സിനിമയ്ക്ക് എപ്പോഴും നമ്മളൊരു ഹീറോയിസം കാണിക്കുന്ന സമയത്ത് എക്സാജറേഷൻ വേണം. പക്ഷേ ആ എക്സാജറേഷൻ നോട്ട് ഔട്ട് ഓഫ് ദ പ്രൊപ്പോർഷൻ. എൻ്റെ ഹീറോ എന്ന് പറയുന്ന മോഹൻലാൽ, ഞാനിപ്പോൾ 3 പടം ചെയ്തു, ഇപ്പോൾ 4ാമത്തെ ചെയ്യണം. ഈ 3 പടത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹീറോ 10 അടി ബിൽഡിങ്ങിൽ നിന്ന് താഴത്തേക്ക് ചാടില്ല. ചാടിയ കാലൊടിഞ്ഞിരിക്കും. എൻ്റെ ഹീറോന് കാലൊടിയും. അപ്പം ഞാൻ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മമ്മൂക്കാനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു, ഇതിലൊന്നും എക്സാജറേഷൻ ഇല്ല. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രം. ഒരിടത്ത് ഞാൻ വയറിട്ടിട്ട് പിടിച്ച് തൂക്കിയിട്ട് ചാടിക്കുന്നതെന്ന് വെച്ചാൽ മോഹൻലാൽ എല്ലാം ചെയ്തിരിക്കുന്ന ആ ആക്ഷൻസ് മുഴുവൻ ഒരു സപ്പോർട്ടും കൂടാതെ ചെയ്താണ് ഈ 3 സിനിമയ്ക്കകത്ത്. എവിടെയും ഞങ്ങൾ യെസ്, കാന്താറിനകത്തെന്ന് പറഞ്ഞു ഒരു പ്ലെയിൻ കൊണ്ടുവന്ന് ഇറക്കുന്നത്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ വേ. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. കാരണം മരിക്കാൻ പോകാണെന്നുള്ള തീരുമാനമായി, ഒരു അറ്റംപ്റ്റ് ചെയ്തുകൂടെ എന്നുള്ളത് മാത്രം. അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് പിടിച്ചിട്ട് കൺട്രോൾ കിട്ടുന്ന. ദാറ്റ് ഈസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എൻ എക്സാജറേഷൻ. ബട്ട് യെസ്, സിനിമാറ്റിക്കലി വി ഡു സം എക്സാജറേഷൻ. അത് ജസ്റ്റ് കിക്കപ്പ് എന്നെ. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഈ സ്റ്റാർഡം സിനിമയിൽ സൂപ്പർ താരങ്ങളെ വെച്ച് മാത്രമേ സിനിമ എടുക്കത്തുള്ളൂ? അല്ല, എൻ്റെ എന്താ ഇപ്പം പറയപ്പോഴാണ് ഞാൻ ആദ്യം കീർത്തിചക്ര തുടങ്ങുന്നത് ബിജു മേനൻ, എൻ്റെ ഒരു സഹോദരനെ പോലുള്ള ഒരുത്തനാണ്. അപ്പോൾ ബിജുവായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇതിങ്ങനൊന്ന് ചെയ്യണം. അത് 2003. അപ്പോൾ രവിചേട്ടാ നമുക്ക് ചെയ്യാം പറഞ്ഞ് അവൻ പിന്നെ എല്ലാവർക്കും സപ്പോർട്ടുണ്ട്, ഫുൾ ഉത്സാഹവുമാണ്. അങ്ങനെ ബിജുവിനെ വെച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിൻ്റെ ലൊക്കേഷൻ ഇരിക്കുന്ന സമയത്ത് മമ്മൂക്ക ഈ സ്ക്രിപ്റ്റ് കണ്ടിട്ട് നിങ്ങൾ പിന്നെ നമ്മളെന്ന് വെച്ച് പടം ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, മമ്മൂക്ക നിങ്ങളെപ്പോലുള്ളവരൊന്നും നമുക്ക് ഡേറ്റ് തരില്ല, ഞാനൊരു പുതിയ ഡയറക്ടറെന്ന്. അങ്ങനെ ഒരു വെറും വാക്ക് പറഞ്ഞിട്ട് അവിടുത്തെ പോയി. പക്ഷെ അത് എന്താണെന്നറിയില്ല, അവസാനം തട്ടിത്തിരിഞ്ഞ് ഒന്നും ശരിയാവാതെ വന്നപ്പം ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് പോയിട്ട് കഥയെന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു വിശ്വാസമില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒന്ന് ലാസ്റ്റ് അറ്റംപ്റ്റ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഈ കീർത്തിചക്രയുടെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് പൂജാരമൂലം പെർമനൻറ്റ് ലോക്ക് ചെയ്യാമെന്നത്. ആ ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് ലാൽ എസ് എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ ലാൽ എസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രൊഡ്യൂസറും എന്നെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിന് അതിന് പ്രൊഡ്യൂസേഴ്സ് ഇല്ല. ഒരാളും മേജർ രവി ഡയറക്റ്റ് ചെയ്തിട്ട് ഈ പടം ഹിറ്റാക്കും എന്നുള്ളത് വിചാരിച്ചിട്ടില്ല. പക്ഷേ സൂപ്പർ ഗുഡ് ചൗധരി മദ്രാസ് വന്നത് പ്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം 6-7 കോടിയോളം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയി. അത് അദ്ദേഹത്തിൻ്റെ യോഗം. സോ കീർത്തിചക്ര എന്നുള്ളത് ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചെടുത്തു. അപ്പോഴാണ് മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞ്, എന്താണ് നമുക്കൊരു പടം ചെയ്യേണ്ടത്? അപ്പം ഞാൻ രാജീവ് ഗാന്ധി അസാസിനേഷൻ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാൽ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നു കുരുക്ഷേത്ര, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ചെയ്യുന്നത്. പുതുമളം വെച്ചിട്ട് ഞാൻ ഈ സിനിമ കഴിഞ്ഞാൽ ഞാനൊരു 4-5 പടങ്ങൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം ഈ കംപ്ലയിൻറ്റ് ഞാൻ അതിൽ തീർത്ത് തരാം. കാരണം
നമ്മൾ ആദ്യം പടം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേരുമില്ലാതെ വരുന്ന സമയത്ത് പുതുമുഖങ്ങളെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നത്തിങ് ആണ്, സീറോ ആണ്. ഒരു പുതിയൊരു ഡയറക്ടർ വരുന്ന സമയത്ത് സാറ്റലൈറ്റ് അതില്ല. അപ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? പുതിയ ആൾക്കാരെ വെച്ച്. ഇന്ന് മേജർ രവിക്കൊരു പേര് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ 4 സിനിമ. ഇനി ആ പേര് വെച്ചിട്ട് ഞാൻ പുതിയ ആൾക്കാരെ വെച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ സിനിമ കഴിഞ്ഞാൽ, കർമ്മയോദ്ധ കഴിഞ്ഞാൽ ഞാൻ ഇനി ചെയ്യുന്നത്, ഓൾറെഡി ഞാൻ ഇപ്പോൾ കുഞ്ചാക്കോ ബോബനായിട്ടൊരു നേവൽ സബ്ജക്റ്റ് സംസാരിച്ച് ഞങ്ങൾ ഫൈനലൈസ് വെച്ചിട്ടുണ്ട്. ആസിഫ് അലി, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കും അവരുടെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ വന്നിട്ട് കുറച്ച് പഠിച്ച ആഗ്രഹമുണ്ട്. ഐ വിൽ ബി ഡൂയിങ് ദാറ്റ്. സർ, ഇന്ത്യ മുഴുവൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ തന്നെ. പക്ഷേ താങ്കൾ മലയാളിയാണ്. ഈ മലയാളി എന്നതിൽ താങ്കൾ അഭിമാനിക്കുന്നു. കാരണം ഒരു ചെറിയ ഇന്ത്യ ആസ് എ ബിഗ് കൺട്രി ആസ് കൺസേൺ, കേരള ചെറിയൊരു സംസ്ഥാനമാണ്. ഒരു മലയാളി എന്നതിൽ അഭിമാനിക്കുന്നു. അഭിമാനം ഉറപ്പായിട്ടും ഉണ്ടാവും, എങ്കിലും എത്രമാത്രം? ഹൗ എക്സ്റ്റെൻഡ്? ഐ ഗോട്ട് യുവർ പോയിന്റ്. നൗ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, സാറിന് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, എന്തുകൊണ്ട് സാർ ചെയ്യുന്ന സബ്ജക്റ്റുകളെല്ലാം നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് അതെല്ലാം, എന്തുകൊണ്ട് ഹിന്ദിയിൽ പോകുന്നില്ല? ഹിന്ദിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് മലയാളീസിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടുന്നൊരു വാല്യൂ എന്ന് പറയുന്നത്, ഞാനൊരു മലയാളിയാണ്, അവരെന്നെ കോറിലേറ്റ് ചെയ്തിട്ട് ദ റെസ്പെക്റ്റ് വിച്ച് ഐ ഗെറ്റ് ഇറ്റ്, ആ ഒരു സ്നേഹം, ഇത് ചിലപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ലായിരിക്കും. സോ ഐ ആം വെരി കംഫർട്ടബിൾ ഹിയർ ഇൻ മലയാളം. ഞാൻ നേരത്തെ പറഞ്ഞു, ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ മണി മേക്കിംഗ്. ഐ വോണ്ട് ടു ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ്, കുറേ ഫ്രണ്ട്സ്, നല്ല ആൾക്കാർ, ചിരിക്കുന്ന മുഖങ്ങൾ, ഇത് കണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ ഐ ആം പ്രൗഡ് ടു ബി എ മലയാളി ബിക്കോസ് ഈ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് പോയിട്ട് ഞാൻ ഈ ലെവലിലൊക്കെ എത്തിയില്ലേ. അപ്പോൾ അതിൻ്റെ ബേസ് എന്താണ്? മലയാളമായിരിക്കും, ആ കൾച്ചർ എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഐ ആം പ്രൗഡ് ഓഫ് ബീയിങ് എ മലയാളി. ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും അപ്പോഴും എനിക്ക് പ്രൗഡിയിൽ തന്നെ പറയാം, ആസ് എ മലയാളി ഐ ക്യാൻ സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ആൾസോ, ഗുഡ് ഹിന്ദി ആൾസോ എന്നുള്ളത്. സോ ഐ വുഡ് ലവ് ടു റിമെയിൻ ലൈക്ക് ദിസ്. ഇത്രയും സമയം ഒരുപക്ഷെ ഈ തിരുവോണ നാളിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ശ്രീ മേജർ രവി സാർ. ഒരു സംവിധായകൻ എന്നതിലേറെ നമ്മുടെ സൈന്യം, നമ്മുടെ സുരക്ഷ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഒരു സംവിധായകൻ, ഒരു നടൻ എന്നുള്ള എല്ലാ രീതിയിൽ തന്നെയും നമ്മൾ സ്റ്റാർനെറ്റ് പ്രേക്ഷകരുമായി ഈ ഒരു നല്ല ദിനം പങ്കുവച്ചു. നമ്മുടെ ഈ ദിനം ധന്യമായി. അദ്ദേഹത്തിന് സ്റ്റാർനെറ്റ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുന്നു. ഒപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സർ. അതുപോലെ തന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതല്ല വലിയൊരു ബന്ധം സിനിമയായിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഗുരുനാഥൻ എന്ന് പറയുന്നത് പാച്ചിക്കയാണ്. പാച്ചിക്കയിൽ നിന്നാണ് പ്രിയദർശൻ ഉണ്ടായിരിക്കുന്നത്. പ്രിയദർശനിൽ നിന്നാണ് മേജർ രവി എന്നുള്ള ഒരാളുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ പാച്ചിക്കയുടെ നാട്ടിൽ എല്ലാവർക്കും, അതുപോലെ ഇന്ന് പാച്ചിക്കയുടെ മോൻ വളർന്നു വരുന്നു, നല്ലൊരു പ്രോമിസിങ് സ്റ്റാറായിട്ടുള്ള വരുന്ന ഫാദറിൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്.